ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ LBS എങ്ങനെയാണ് BSc നഴ്സിംഗിനുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഡേറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ LBSൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ഡേറ്റ് മെയ് 17 മുതൽ വന്നിട്ടുണ്ട്. അതുപോലെ ജൂൺ 15 വരെയാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആരെങ്കിലും BSc നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സൈറ്റ് ഏതാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. www.lbscenter.government.in ആണ് നമ്മുടെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ LBS സെൻറ്റർ എന്ന് അടിച്ചാലും നമുക്ക് ആ ഒരു സൈറ്റിൻ്റെ ഇത് വരും. അപ്പോൾ നമ്മുടെ സൈഡിൽ നിങ്ങൾക്ക് കൊടുത്തേക്കാം അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സൈറ്റ് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈറ്റാണ് വരുന്നത്. നമുക്ക് BSc നഴ്സിംഗ് മാത്രമല്ല, അല്ലാത്ത നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്കും നമുക്ക് അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസും ഗവൺമെൻറ് കോളേജസും അതിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പും കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വെക്കണം. ഇപ്പോൾ അവിടെ അക്ഷയ ചെന്നിട്ട് നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അത് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടതാണ് നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഒരു JPG ഫോമാറ്റ്. അപ്പോൾ അത് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പർ. നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് തീരുന്നവരെ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ ചേഞ്ച് ചെയ്യരുത്, കാരണം അതിലേക്കാണ് നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതണം. പിന്നെ ഒട്ടും നമ്മൾ മാറ്റി വയ്ക്കാത്തൊരു കാര്യമാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൻഡ് ആയിട്ടുള്ള കോപ്പികളായിരിക്കും നമുക്കതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഉണ്ടോ, അതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും അതിൽ ഫിൽഡ് ആണോ. ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിലും ഇൻകം സർട്ടിഫിക്കറ്റിലോ ഡൊമിസൈലിലോ ഒക്കെ നമുക്ക് കറക്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അതുപോലെ തന്നെ കറക്റ്റ് ടൈം പീരീഡ് നമ്മൾ ശ്രദ്ധിക്കണം. 2023-24 എന്നുള്ള ആ ഒരു പീരീഡിലുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഉള്ള സർട്ടിഫിക്കറ്റിൽ ഒരിക്കലും നമ്മൾ അതിൽ സ്വീകരിക്കുന്നതല്ല. പിന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ID കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ID കിട്ടും, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് മൂന്നും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം നമുക്ക് ആ ഒരു നമ്മുടെ പോർട്ടലിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അലോട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻസ് വച്ച് നമുക്ക് എന്തെങ്കിലും അതിൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്താണോ പ്രോബ്ലംസ് വരുന്നത് അതൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെബ്സൈറ്റ് എപ്പോഴും അതിൽ കയറി നോക്കുന്നത് എപ്പോഴും നോക്കണം. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വേറൊരു കാര്യത്തിലൂടെ നമുക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കതിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. ഒരു ടൈം തരും, ആ ഒരു ഡേറ്റിൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനും പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസരം കൂടി നമുക്കവർ തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മെയ് 17 മുതൽ ജൂൺ 15 വരെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോംസ് വയ്ക്കാനുള്ള അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതും അതിനുശേഷമാണ് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ആ ഒരു അവസരങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉറപ്പ് വരുത്തിയിട്ട് വേണം. ഒരിക്കലും നമ്മൾ ഫൈനൽ കൺഫർമേഷന് മുമ്പ് നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ, എന്തെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതുണ്ടോ, അതിൽ ചിലപ്പോൾ മാനേജറി ആയിട്ട് ചോദിക്കാത്ത കുറേ സർട്ടിഫിക്കറ്റുകളാണ്. പക്ഷെ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കോട്ടകളിൽ നമുക്ക് അതിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് വരും. അങ്ങനെ നമുക്ക് അഡ്മിഷൻസ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും മറക്കാതെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഫൈനലായിട്ട് കൺഫർമേഷനും കൊടുക്കാനായിട്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഫീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് 800 രൂപയാണ് നമ്മുടെ ജനറൽ കാറ്റഗറിക്കും അല്ലാത്ത കാറ്റഗറികൾക്കും വരുന്നത്. പക്ഷേ നമ്മുടെ SC/ST കാറ്റഗറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് വരുന്നത് 400 രൂപയാണ്. അപ്പോൾ അവരുടെ ആ ഒരു മൈനോറിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻസ് അവർക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരും 800 രൂപ കൊടുത്തിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കാനായിട്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വേരിയസ് അലോട്ട്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ May 17th അപ്പോൾ May 17th മുതൽ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയസ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നമുക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിലാണ് നമ്മുടെ ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ ഫർദർ ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും അതിൽ അവർ ചോദിക്കുന്നുണ്ടാവുക. അതിൽ നമ്മൾ കാസ്റ്റ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതെല്ലാം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ വരുന്നതാണ് ഫീ റെമിറ്റൻസ്. അപ്പോൾ അതിൽ നമ്മൾ അഡ്മിഷൻ ഫീ ആയിട്ടുള്ള 800 രൂപ സാധാ കാറ്റഗറികൾക്ക് 800 രൂപയും അതുകൂടാതെ നമ്മുടെ SC/ST കാറ്റഗറിക്ക് 400 രൂപയായിട്ട് നമ്മൾ ഫീ റെമിറ്റ് ചെയ്യുക. അത് ബാങ്ക് ത്രൂ നമുക്ക് ചെയ്യാം. ഫെഡറൽ ബാങ്കിലാണ് അതിൻ്റെ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു അവർ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുമ്പോൾ നമുക്കത് ബാങ്ക് വഴി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് അത് നമുക്ക് 24 മണിക്കൂർ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫീ കൊടുത്ത് നമ്മൾ ബാങ്ക് വഴിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ. അല്ല നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഫീസ് കൊടുക്കുന്നത് ുണ്ടെങ്കിൽ നമുക്ക് അവർ സക്സസ്ഫുൾ എന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അതിൽ തന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ബാങ്ക് വഴി അടയ്ക്കുന്നവർക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആ ഒരു ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കിങ്ങോ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കൊണ്ട് നമ്മുടെ പേയ്മെൻറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമ്മുടെ ഹോം പേജിൽ മെയിൻ പേജിൽ പോയിട്ട് മേക്ക് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫീസ് അടയ്ക്കുന്ന ആ ഒരു ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഏത് ദിവസമാണ് നമ്മൾ ആ ഒരു ഫീസ് കൊടുത്തത്, ആ ഒരു ഫീസ് അടച്ചത് ഏത് ദിവസമാണോ ആ ഒരു ഡേറ്റ് നമുക്ക് അതിൽ ചോദിക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ID-യും ഇത് മൂന്നും നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെക്കണം കേട്ടോ. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ID എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമുക്കത് ചെയ്ത് നമുക്ക് നമ്മുടെ ID നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്കതിൽ പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫോമാറ്റ്, അതുപോലെ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ അതുപോലെ നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ മൈനോറിറ്റിയിലുള്ള ആൾക്കാർ അതിൻ്റെ രീതിക്കുള്ള കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം നല്ലപോലെ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു ജനറൽ എന്നുള്ള രീതിയിലാണ് നമ്മളവർ പരിഗണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മൾ അലോട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഭിന്നശേഷി അങ്ങനെയുള്ള എന്തെങ്കിലും സംവരണത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവരുടെ പാരൻസ് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് മാർക്ക് ആ ഒരു രീതിക്കായിരിക്കും അവർ നമ്മൾ എടുക്കുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ സാധാ ജനറൽ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു സൈറ്റിൽ എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു കോട്ട എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് നമുക്കതിൽ അപ്ഡേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻസ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ LBSൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ വയ്ക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക.